ജനേകം ഓൺലൈൻ ഈ യുഗത്തിലേക്ക് സ്വാഗതം. ഫോൺ പേ, ഗൂഗിൾ പേ തുടങ്ങിയ UPI ഇടപാടുകൾ ഇനി സൗജന്യമായിരിക്കില്ലെന്ന സൂചന നൽകിയിരിക്കുകയാണ് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര. UPI ഇടപാടുകൾക്ക് സ്ഥിരമായ ഒരു ഫണ്ടിംഗ് മാതൃക ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. UPI ഇടപാടുകൾ നടത്തുന്ന പ്രക്രിയയ്ക്ക് ചെലവ് വരുന്നുണ്ട്, അത് ആരെങ്കിലും വഹിക്കേണ്ടി വരുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. UPI ഇടപാട് എപ്പോഴും സൗജന്യമായിരിക്കുമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. UPI ഇടപാട് നടക്കുന്ന പ്രക്രിയയ്ക്ക് ചെലവുകളുണ്ട്. UPI ഇടപാടുകൾ ദീർഘകാലം മുന്നോട്ട് പോകണമെങ്കിൽ അതിന്റെ ചെലവ് കൂട്ടായോ വ്യക്തിഗതമായോ വഹിക്കേണ്ടി വരുമെന്നും സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സാങ്കേതിക വിദ്യയായ UPI ആഗോളതലത്തിൽ വിസയെ മറികടന്ന് മുൻനിരയിലെത്തിയതായാണ് IMFന്റെ ഈയടുത്ത കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇന്ത്യയിൽ 85%, ആഗോളതലത്തിൽ ഏകദേശം 60% ഡിജിറ്റൽ പേയ്മെന്റുകൾ നടക്കുന്നത് UPI വഴിയാണ്. ഇന്ത്യയിൽ UPI വഴി പ്രതിദിനം 640 ലക്ഷത്തിലധികം ഇടപാടുകൾ നടക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയും. 2025 ജൂണിൽ മാത്രം 18.39 ബില്യൺ UPI ഇടപാടുകളിലൂടെ 24 ലക്ഷം കോടി രൂപ കൈമാറ്റം നടത്തിയതായും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ വർഷം ഇതേ മാസം 13.88 ബില്യൺ ഇടപാടുകളായിരുന്നു നടന്നത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് 32% കൂടുതലാണ് ഇത്തവണ. UPI സൗജന്യ മാതൃകയിൽ മാറ്റം വന്നേക്കാമെന്ന സൂചനകൾക്കിടയിലാണ് മൽഹോത്രയുടെ ഈ പരാമർശങ്ങൾ. UPI ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്ന പേയ്മെന്റ് അഗ്രഗേറ്റർമാർക്ക് പ്രോസസ്സിംഗ് ചാർജുകൾ ഏർപ്പെടുത്തി ICICI ബാങ്ക് മുന്നോട്ട് വന്നിട്ടുണ്ട്. ജനപ്രിയ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമായ വാട്സാപ്പ് അടുത്ത ഫീച്ചർ അപ്ഡേറ്റിനൊരുങ്ങുന്നു. ഉപയോക്താക്കൾക്ക് അവരുടെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ ഫോട്ടോകൾ നേരിട്ട് വാട്സപ്പിലേക്ക് DPI ഇമ്പോർട്ട് ചെയ്യാൻ അനുവദിക്കുന്ന ഒരു പുതിയ സവിശേഷതയുടെ പണിപ്പുരയിലാണ് വാട്സാപ്പ് അധികൃതർ. ആൻഡ്രോയിഡിനുള്ള വാട്സാപ്പ് ബീറ്റയിൽ പുതിയ ഫീച്ചർ പ്രത്യക്ഷപ്പെട്ടതായി വാബ് ബെറ്റാൻ ഇൻഫോ റിപ്പോർട്ട് ചെയ്യുന്നു. ചില ബീറ്റ ടെസ്റ്റർമാർക്ക് ഈ അപ്ഡേറ്റ് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. വരും ആഴ്ചകളിൽ കൂടുതൽ ഉപയോക്താക്കൾക്കായി പുത്തൻ ഫീച്ചർ പുറത്തിറക്കുമെന്നാണ് വിവരം. നിങ്ങളുടെ വാട്സാപ്പ് പ്രൊഫൈൽ ഫോട്ടോ മാറ്റാൻ എഡിറ്റ് ഓപ്ഷനിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും ഫോട്ടോകൾ ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വൈകാതെ എല്ലാവർക്കും ലഭിക്കും. ഇതുവരെ ഉപയോക്താക്കൾക്ക് ഗാലറിയിൽ നിന്ന് ഫോട്ടോകൾ തിരഞ്ഞെടുക്കാനോ ക്യാമറയിൽ നിന്ന് ക്ലിക്ക് ചെയ്യാനോ അവതാർ ചേർക്കാനോ അല്ലെങ്കിൽ AI ജനറേറ്റഡ് ഇമേജുകൾ ഉപയോഗിക്കാനോ മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. എന്നാൽ പുതിയ ഫീച്ചർ ഉപയോഗിച്ച് വാട്സാപ്പിൽ ഡിസ്പ്ലേ പിക്ചറായി ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് പ്രൊഫൈൽ ചിത്രം ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ ഉടനടി എല്ലാ വാട്സാപ്പ് ഉപയോക്താക്കൾക്കും ലഭിക്കും. ഈ ഫീച്ചർ ഉപയോഗിക്കുന്നതിന് ആദ്യം മെറ്റ അക്കൗണ്ട് സെന്ററിലെ നിങ്ങളുടെ വാട്സാപ്പ് അക്കൗണ്ട് ഫേസ്ബുക്കുമായും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുമായും ലിങ്ക് ചെയ്യണം. ഈ വർഷം ആദ്യം മെറ്റ അക്കൗണ്ട് സെന്ററിലേക്ക് വാട്സാപ്പും ചേർക്കാനുള്ള മെറ്റ ഓപ്ഷൻ നൽകിയിരുന്നു. ഫേസ്ബുക്കിനും ഇൻസ്റ്റഗ്രാമിനും ഇടയിൽ മികച്ച സംയോജനം കൊണ്ടുവരുന്ന നിരവധി സവിശേഷതകൾ മെറ്റ ഇതിനകം അവതരിപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ ഇൻസ്റ്റഗ്രാം സ്റ്റാറ്റസ് നേരിട്ട് വാട്സപ്പിലേക്ക് പങ്കിടാം. കൂടാതെ ബിസിനസ് അക്കൗണ്ടുകൾക്ക് അവരുടെ ഇൻസ്റ്റാ പ്രൊഫൈലിലേക്ക് ഒരു വാട്സപ്പ് ബട്ടൺ ചേർക്കാൻ കഴിയും. അതുവഴി ഉപയോക്താക്കൾക്ക് അവരെ നേരിട്ട് വാട്സപ്പിൽ ബന്ധപ്പെടാൻ സാധിക്കും.